ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെയ്റ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിലുള്ള വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ ഇത് ഏത് ടൈപ്പ് വാഷിംഗ് മെഷീനാണെങ്കിലും സെമി ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കോ ഏതാണെങ്കിലും ഇതുപോലെ നമ്മുടെ ഈ പൾസേറ്ററിൻ്റെ ഈ ഒരു ഭാഗം പൊട്ടി പോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സിമ്പിളായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. കണ്ടില്ല, ഇതുപോലെ പൊട്ടി പോരുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 7-8 വർഷങ്ങളായിട്ട് പിന്നെ റെസ്റ്റില്ലാതെ ഉപയോഗിക്കുന്നൊരു സാധനമാണിത്. അപ്പോൾ എന്തായാലും പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഏത് കമ്പനിയാണെങ്കിലും ഇങ്ങനെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത്രയും ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കണം. അതായത് ഭയങ്കര ലോഡൊക്കെ കുറച്ച് മാക്സിമം ശ്രദ്ധിച്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ കാലമൊക്കെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് കണ്ടില്ലേ, ഇതുപോലൊരു ഇങ്ങനെ കുറച്ച് പൊങ്ങി ഇങ്ങനെ പിന്നെ തള്ളി നിൽക്കുന്ന ഒരു ടൈപ്പ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ മോട്ടറിൽ നിന്നുള്ള ഇത് വരുന്നത്, കണക്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ആ പൾസേറ്റർ നേരെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുന്ന കടകളിൽ പോയി ചോദിച്ചു. അപ്പോൾ സെയിം സൈസുള്ള അതേ സാധനം കിട്ടിയില്ലെങ്കിലും അതേ സൈസുള്ള അതേ ടൈപ്പ് സാധനം കിട്ടിയിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങളുണ്ട്, പക്ഷേ ഇതതിന് സൂട്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടിഭാഗത്ത് ആ സെയിം പിന്നെ അതേ കണ്ടില്ലേ, അതേ ഒരു ഷേപ്പുള്ള സംഭവം തന്നെയാണ് വരുന്നത്. ഇത് നമ്മുടെ പഴയ ഇതിൻ്റെ ഒക്കെ കുറേയൊക്കെ തേഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പോൾ സർക്കിള് പോലെ ആയിട്ടുണ്ട്, ഏകദേശം സ്ക്വയർ ഷേപ്പ് മാറിയിട്ട് ഏകദേശം സർക്കിളായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇത് കറക്റ്റ് ആവുന്നുണ്ടോ സൂട്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഡയമീറ്റർ കറക്റ്റ് തന്നെ ആയിരിക്കണം, അതേപോലെ താഴെയുള്ള ആ ഒരു ഇത് നോക്കണം. ഈ രണ്ട് കാര്യങ്ങളെ നോക്കാനുള്ളൂ. അപ്പോൾ ഞാനിത് ഇട്ട സമയത്ത് കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, ഫിറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ചെറിയ ഒരു ലൂസ് നമ്മൾ ആ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ അതിനുള്ളിലേക്ക് കയറുമ്പോൾ ചെറിയൊരു നൈസ് ലൂസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് എന്താ പറയുക, ഇതുപോലത്തെ കോപ്പറിൻ്റെ സ്ട്രിപ്പ്, ഇതുപോലെ നൈസാണ് സാധനം, നൈസ് സ്ട്രിപ്പാണ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് പിന്നെ വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊറോഷനായി പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, കോപ്പർ ആയതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എത്ര പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ആ ഒരു തിക്നെസ് നമുക്കിത് ചുറ്റിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ചൊരു നമുക്ക് ആ ഒരു ലൂസ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ മെഷീനിൽ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ ചെറിയ ലൂസിൽ തന്നെ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീണ്ടും നമ്മുടെ പൾസേറ്റർ കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാനത് ഇട്ട് നോക്കിയപ്പോൾ ഏകദേശം നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അതിനുശേഷം നമുക്ക് സ്ക്രൂ ചെയ്യാം. അപ്പോൾ സ്ക്രൂ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു വാഷർ കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ വാഷറും കൂടി ഇടാൻ മറക്കരുത്. പിന്നെ ആ വാഷർ എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് തന്നെ ഇടണം. അല്ലെങ്കിൽ സ്ക്രൂവിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതും പുതിയത് തന്നെ മാറ്റിയിടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അടിഭാഗത്ത് ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞ് കറങ്ങുന്ന ഒരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അത് നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലാതെ ടൈറ്റ് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ അത് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യിക്കാൻ തുടങ്ങാൻ. അപ്പോൾ നമ്മൾ തുണിയൊക്കെ ഇട്ട് അലക്കി നോക്കി, പ്രത്യേകിച്ച് യാതൊരു വിഷയവുമില്ല. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതിനും വേണ്ടിയിട്ട് നമ്മൾ വേറെ ടെക്നീഷ്യൻ്റെ പിന്നാലെ നടക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഏതായാലും ചെറിയൊരു അറിവ് നമ്മുടെ വീട്ടിൽ ഇന്ന് സംഭവിച്ചൊരു കാര്യമായതുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.